നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഇന്ന് എൻ്റെ കെട്ടിയവനെ പിക്ക് ചെയ്യാൻ പോകുന്നു. ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പോൾ ആൾ പോയി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനത് തിരിച്ച് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടി ചേട്ടനെ പിക്ക് ചെയ്യാൻ പോകുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു 2 ദിവസം മുന്നേ പുള്ളിക്കാരൻ ഇപ്പോൾ തിരിച്ച് പോവുകയും ചെയ്തു. സോറി ലേറ്റ് ആയതിന്. എന്നാലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴായാലും ഇടും കേട്ടോ. അപ്പോൾ അതെ ഞങ്ങൾ പോയി കേട്ടോ. പോയിട്ട് കുറച്ച് മുന്നേ തന്നെ പോയി. ആള് 8:30 മണിയാകുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്താന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോയി, പുറത്ത് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ എയർപോർട്ടിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ കൂടി പോവുകയാണ്. ഇപ്പോൾ പോയിട്ട് 1 വർഷമായിട്ടുണ്ട് കേട്ടോ. പോയിട്ട് 1 വർഷത്തിന് ശേഷം പിന്നും വരുവാണ്. ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് എൻ്റെ സംസാരത്തിലുണ്ടായേനെ. ഇപ്പം ആൾ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് കാണത്തില്ല. ഞങ്ങൾ അങ്ങനെ നോക്കി നിന്നപ്പോഴത്തേ വന്നു ഗൈസ് ദോ വരുന്നുണ്ട്. അപ്പോൾ അതേ അങ്ങനെ കെട്ടിയോ തിരിച്ച് ലാൻഡ് ചെയ്യുവാണ്. അതെ അങ്ങനെ പുള്ളിയും പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോയി. ആക്ച്വലി ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയില്ല. ഞങ്ങൾ ചിലപ്പോൾ ആള് വെളിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി. മുന്നേ പോകണമെന്ന് വെച്ചതാ. ഞങ്ങൾ എത്തിയപ്പം ഒരു 5 മിനിറ്റ് ആൾ വെളിയിൽ ഇറങ്ങി വന്ന ശേഷമാണ്. വന്ന് കയറി ഉടനെ അപ്പുറത്ത് ഉമ്മോട് സംസാരിക്കാൻ പോയിട്ടോ. ഉമ്മയും വാപ്പയും വെളിയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് നേരെ വന്ന് ഫസ്റ്റ് അവരെ ആയിരിക്കും കാണുന്നത്. കാരണം വീട്ടിനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആണല്ലോ ആദ്യം കാണുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ വയറ് കുറഞ്ഞു നോക്കാൻ അമ്മ ടെസ്റ്റ് ചെയ്യുവാണ്. ചേട്ടൻ ഒട്ടിച്ചൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ നോക്കാത്ത നോർമലി നിൽക്കുമ്പോൾ വയറുണ്ടാവും കേട്ടോ. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു. നമ്മുടേതേ ലോകം ഞാനും ചേട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനി എന്താ, ഇനി ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും ചിക്കനുമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ വന്നുടനെ തന്നെ ചേട്ടൻ ഡ്രസ്സുകളും എല്ലാം എടുത്ത് പുറത്തിടുവാണ്. ഇത് ആക്ച്വലി ഇത് ആളുടെ ഡ്രസ്സുകൾ കേട്ടോ. ആൾ കൊണ്ടുപോയ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്കുള്ളതൊക്കെ തന്നു കേട്ടോ. ഇതൊക്കെ ആൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ ടീഷർട്ടുകൾ തന്നെയാണ്. അപ്പം ഞാൻ പെട്ടി പൊട്ടിക്കുന്നത് ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് ഐറ്റിലേക്ക് ഇടിയപ്പം അല്ല കേസ്, ഞാൻ ഒരു 2 മാസമായില്ലേ ഞാൻ മറന്നുപോയി. അപ്പോൾ വരുന്നത് അപ്പവും ചിക്കൻ കറിയും ഒക്കെ അതേ ആൾ വന്നുടനെ കഴിക്കുവാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളിക്കും നമുക്കും ഒക്കെ. കാര്യം കുറേ നാളായില്ലേ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്നും ഫോണിൽ കൂടി മാത്രം കണ്ടിരുന്നിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ കിടന്നൊക്കെ ഉറങ്ങി. രാവിലെ ഞങ്ങൾ 2 ആളും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് അമ്പലം ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലൊക്കെ പോവാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ ഉറക്കെഴുന്നേറ്റുണ്ട് ഞങ്ങൾ 2 ആളും കൂടി അമ്പലത്തിലൊക്കെ പോയി. ആക്ച്വലി ഈ ഡ്രസ്സൊക്കെ പുള്ളിക്ക് ഇച്ചിരി വലുതാണ് കേട്ടോ. അത് മുന്നേ അളവറിയാതെയൊക്കെ മേടിച്ചതാണ്. പിന്നെ വന്നപ്പോഴും ടീഷർട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് അവിടെ ഇരുന്നൊരു ഷർട്ട് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വേണം നമുക്ക് പോയി ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് കുറച്ച് 7 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. 8:30 ആയി കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ. ഇനി വീട്ടിൽ പോകുന്നു. ഇനി വരുന്നില്ല. ഇനി പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള അപ്പച്ചിയുടെയും കുഞ്ഞമ്മയുടെയും വീട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറും. വന്നതല്ലേ, എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ. പിന്നെ എന്താ, കുറേ ദിവസം എനിക്ക് ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് പറ്റിയത്. ആ സമയമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആൾ കൊണ്ടുവന്നതാട്ടോ മുട്ടായി. ഇനി മുട്ടായി നിന്ന് മരിക്കും. അപ്പം നമ്മൾ രാത്രി ആയിട്ടോ ഇന്ന് വൈകുന്നേരം കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാം. ഇത് ആൾ കൊണ്ടുവന്ന തന്നെ കേട്ടോ ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം. അവരോട് ഉറങ്ങല്ലേന്ന് വിളിച്ച് പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. അതെ കുഞ്ഞമ്മയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. അമ്മ മോഡേൺ ഗേളായി നിൽക്കുന്നു ഗൈസ്. ഇതിപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന പാൻസാണ് കേട്ടോ. ചേട്ടൻ്റെ ടീഷർട്ടുമാണ് കേട്ടോ അമ്മ ഇട്ടേക്കുന്നത്. രാത്രി ആയതുകൊണ്ട് കേട്ടോ ഇതിട്ടുകൊണ്ട് വന്നത്. പകലാണെങ്കിൽ ചുരിദാർ എടുത്തുള്ളൂ. രാത്രിന് ഞങ്ങൾ ഇവിടുന്ന് നേരെ കാറിൽ കയറി കുഞ്ഞമ്മേരെ വീട്ടിലല്ലേ ഇറങ്ങത്തുള്ളൂ. പിന്നെ കുഞ്ഞമ്മയല്ലേ കാണത്തുള്ളൂ എന്നുള്ള രീതിയിലാട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോവാണ്. ഇനി എന്താ, ഇനി അങ്ങ് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കുറേ വീഡിയോസ് ചെറുതായിട്ട് ചേർത്ത് എടുത്തിടുകയാണ് കേട്ടോ. ഒറ്റ ട്രിപ്പിലെടുത്ത വീഡിയോ ഒന്നുമല്ല. ഒരു ദിവസത്തെ തന്നെ പല ദിവസത്തെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ചത് ആൾ വന്നതിന് ശേഷം ഒത്തിരി വീഡിയോസ് എടുക്കണം, ഡെയിലി പോസ്റ്റ് ചെയ്യണം, ആൾ വീഡിയോ എടുത്ത് തരും, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല കേട്ടോ.
ഫുൾ തിരക്കായിരുന്നു. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും, സാധനം മേടിക്കാൻ പോക്കും, ആൾക്കാരുടെ വീട്ടിൽ പോകും. അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു 2 മാസമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ. എൻ്റെ ഇടയ്ക്ക് വളരെ കുറച്ച് ഷോർട്സ് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ മാത്രം കാണിച്ചു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ലോങ് വീഡിയോ ഇനി വരും കേട്ടോ. ഇത് കുഞ്ഞമ്മയുടെ വീടാണ്. ഇത് കുഞ്ഞമ്മ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ കുട കേട്ടോ. പിസ്ത ഗ്രീൻ ഇല്ല, പിസ്തയുടെ ആ തോട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ എടുത്തതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ഇനി അവിടെ പോയിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല. ചേട്ടനും പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് കുഞ്ഞമ്മ മുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അവിടെ കിടന്നു. പിന്നെ ഞങ്ങൾ രാത്രി ഒരുപാട് വൈകിച്ചില്ല, തിരിച്ചു വന്നു. കടയ്ക്കലാട്ടോ പോയത്. അങ്ങനെ തിരിച്ചിങ്ങി വന്നു. ഇത് പിറ്റേന്ന് രാവിലെ കേട്ടോ. എനിക്ക് രാവിലെ ഇവിടെ പോകണമായിരുന്നു, ട്യൂഷൻ സെൻറ്ററിൽ പോകണമായിരുന്നു. 7 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ കെട്ടിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കെട്ടിയവനും അമ്മയും. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ചോറൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ വരുന്നുണ്ടായിരുന്നില്ല, എന്നെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നുള്ള പിച്ചും പെയ്യും ഒക്കെ പറച്ചിലായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ആൾക്ക് വന്നതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ പിന്നും എന്താ ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ വെക്കുന്നുണ്ട്. ഇന്ന് ചിക്കൻ നാടൻ കോഴി തന്നെ ചിക്കൻ. ഇന്നലെ നാടൻ കോഴി അല്ല വെച്ചത്, ഇന്നലെ അല്ലാത്ത കോഴിയാണ് വെച്ചത്. ഇന്നിപ്പോൾ നാടൻ കോഴി വെച്ച പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ കോഴി. അങ്ങനെ ഞാൻ വന്നപ്പം ഇവിടെ പകുതിയോളം ഒക്കെ ആയി. ഞാനൊരു 7 മണിക്ക് 7:30 അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് 8:45 ആകുമ്പോൾ തീരും. അപ്പം ഞാനൊരു 9:30 കൂടി വന്നപ്പോഴത്തേക്കും ഇവിടെ ചോറും കറിയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അമ്മയും മോനും കൂടി വെച്ചു. അങ്ങനെ ഞാൻ ചുമ്മാ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആൾ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴും. എന്നിട്ട് എന്താ പിന്നെ നമ്മൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇനിയും കുറേ വീടുകളിൽ പോവാണ്ട്. അമ്മയുടെ അനിയത്തിമാരെ വീടും ചേച്ചിമാരെ വീട്ടിലും ഒക്കെ പോകുന്നു. ചേട്ടൻ കൊണ്ടുവന്ന വാച്ച് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പച്ച ഡ്രസ്സിനോട് ഞാൻ പച്ച വാച്ച് കിട്ടി ഗൈസ്. ലെതർ ചേഞ്ച് ചെയ്യുന്ന കണക്കത്തതാണ്, രസമുണ്ട്. എനിക്ക് സ്മാർട്ട് വാച്ചും ആണ്. മുന്നേയൊക്കെ ലെതർ ചേഞ്ച് ചെയ്യുന്ന വാച്ച് ഉണ്ടായിരുന്നു, പക്ഷേ സ്മാർട്ട് വാച്ച് അല്ലായിരുന്നല്ലോ. എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ സ്മാർട്ട് വാച്ച് ലെതർ ചേഞ്ച് ചെയ്യുന്ന ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കട ഇറങ്ങി. ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ. പുള്ളിക്കാരനെ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആ കടയിൽ കയറി കണ്ടിട്ടേ ആൾ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ വന്നത് മമ്മിയുടെ വീട്ടിലാണ്, അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ വീട്ടിൽ. ഇവിടെ വന്ന് കുറച്ച് നേരം എന്തെങ്കിലും മമ്മി അവിടെ നിന്ന് മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി പോകാൻ നിൽക്കുന്ന ഒരു ടൈമിലാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. നമ്മുടെ എപ്പോഴും ഒരു ഫുൾ പ്രൈവസി അത് തുറന്ന് കാണിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കത് താല്പര്യമില്ല. അത് ചെന്നപ്പോഴും നമ്മൾ സംസാരിച്ചതും ട്രീറ്റ് ചെയ്തതൊന്നും എടുത്തില്ല. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നതാണ്. ഞങ്ങൾക്ക് ഇനി കുറച്ച് സാധനം കൊണ്ട് കൊടുക്കാറുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട് റൂംമേറ്റിൻ്റെ സാധനം കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗൂഗിൾ മാപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു റൂംമേറ്റിൻ്റെ മോനായി. അപ്പോൾ അതൊക്കെ ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി അമ്മേനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി 2 വീലറിലാട്ടോ പോകുന്നത്. കാര്യം ഒത്തിരി ദൂരമുണ്ട്. 2 വീലറിൽ നമ്മൾ പോകുന്നത് എവിടെയാ, മുതലപ്പുഴയോ അങ്ങനെ ഏതോ ഒരു സ്ഥലമാണ്. ഒത്തിരി വെള്ളക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്തോ മീൻ ഇവിടെ വന്നിട്ട് ഈ കുളത്തിലെ മീനെയൊക്കെ എടുത്ത് ദൂരെ എറിയൊക്കെ ആയിരുന്നു എൻ്റെ കിട്ടിയൊരു പരിപാടി. അപ്പോൾ അമ്മേനെ ഇവിടെയല്ല നിർത്തിയിട്ട് പോയി. അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. ഇതൊരു വയലിൻ്റെ അടുത്തുള്ള വീടാണ്. അപ്പം നമ്മൾ അവിടെ കൊണ്ട് അമ്മേനാക്കി. എന്നിട്ട് അവിടുത്തെ കുഞ്ഞമ്മയുടെ മരുമോളുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി നമ്മൾ എടുത്തിട്ട് വന്നില്ലല്ലോ, നമ്മൾ കാറിലല്ലേ വന്നത്. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വെരിയായിട്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയും കയറി. ഞങ്ങൾ ഒത്തിരി കഴിക്കാൻ നിന്നില്ല. അമ്മ അവിടെ ആക്കി ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കണ്ടുടനെ അടുക്കളയൊക്കെ തുറന്നുണ്ടാക്കിയോ ഒക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. ചേട്ടൻ ഒരു വർഷമായില്ലേ വന്നിട്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി. നമുക്കെല്ലാം ചേട്ടന് പിന്നെ അതിനെല്ലാം പോയി പങ്ക് പറ്റാറുണ്ട്. എന്തോ മിച്ചറോ ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ അമ്മേനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ആ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, എന്നിട്ട് പോകണം. അങ്ങനെ അവിടത്തേക്ക് പപ്സ്, ചിക്കൻ റോള്, അങ്ങനെ കുറച്ച് അവിടെ പിള്ളേരുണ്ട്. ഒരു റൂംമേറ്റിൻ്റെ മോനും മോളും വൈഫും ആണുള്ളത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്തു. ഇതാട്ടോ നല്ല രസമായിരുന്നു ആ യാത്ര. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ മേടിച്ചു കഴിച്ചു. വരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കടലോര പ്രദേശമാണ്. ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും അങ്ങനെ എങ്ങാണ്ടാണ് തോന്നുന്നു. അതിൻ്റെ നടുക്കൂടെ പാലം, അതുവഴിയാട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബൈക്കിൽ പോകാൻ തീരുമാനിച്ചു. കാറിൽ പോയി ആ ഒരു ഫീൽ കിട്ടത്തില്ലല്ലോ. ബൈക്കിൽ പോകുമ്പോഴേ അത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയി. ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ.
ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര വെയിലായിരിക്കും. വൈകിട്ടായപ്പോൾ വെയിലൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങിയിരുന്ന് കാറ്റൊക്കെ കൊണ്ടു. ഇനി നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ അമ്മയെ പോയി പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. ഇതാട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഒരു 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 20 മിനിറ്റ് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് വേണം പറയാൻ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ബേക്കിൽ കടലാണ് കയലാണോന്ന് എനിക്കറിയില്ല. കായലാണ് കേട്ടോ, കായലാണ്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി പച്ചക്കറി മേടിക്കണം കേട്ടോ. ഞാൻ എല്ലാ ഷോട്ടൊന്നും എടുത്തിട്ടില്ല, എടുത്തത് മാത്രം ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ചെറുതായിട്ട് എൻ്റെ വീഡിയോസുകൾ വരും. എല്ലാവരും മുടങ്ങാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയും നാൾ മിസ് ചെയ്തെങ്കിൽ സോറി കേട്ടോ. കുറച്ച് തിരക്കായിപ്പോയി, അത് തന്നെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറ്റുമ്പോഴൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ കുറേ ലോങ് വീഡിയോസ് ഇടും കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം എന്നാൽ പോകുന്ന വഴിക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ വലിച്ചിട്ട് പോകാൻ പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.